സെവൻ സിസ്റ്റേഴ്സ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുന്ദരമായ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ പ്രധാനമായും 3 കമ്മ്യൂണിറ്റികളാണ് ജനസംഖ്യയിൽ കൂടുതലുള്ളത്. മെയ്തി കമ്മ്യൂണിറ്റി, അവർ ഇംഫാൽ സിറ്റിയിൽ ജീവിക്കുന്നു. കുക്കി കമ്മ്യൂണിറ്റി, അവർ ഇംഫാലിൽ വളരെ കുറച്ച് ശതമാനവും ബാക്കി ഉൾനാടൻ ഗ്രാമങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലുമാണ് അവർ കൂടുതൽ താമസിക്കുന്നത്. നാഗ കമ്മ്യൂണിറ്റി കുറച്ച് ശതമാനം ഇംഫാൽ സിറ്റിയിലും കുറച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിലുമുണ്ട്. ഈ 3 കമ്മ്യൂണിറ്റികളും കൂടെ കൂടുന്നതാണ് മണിപ്പൂർ ജനസംഖ്യയുടെ ഭൂരിഭാഗം ആൾക്കാരും. ഗോഹട്ടി ഹൈക്കോർട്ടിൻ്റെ ഇംഫാൽ ബെഞ്ച് 2024 മെയ് മാസത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയിൽ ഇപ്രകാരമായിരുന്നു: ഇംഫാൽ സിറ്റിയിൽ ജീവിക്കുന്ന മെയ്തി കമ്മ്യൂണിറ്റിക്കും കുക്കി കമ്മ്യൂണിറ്റിക്കുള്ള ഗോത്രവർഗക്കാരുടെ ആ റിസർവേഷൻ അനുവദിച്ചുകൊണ്ടുള്ളൊരു വിധിയായിരുന്നു അത്. ഗോത്രവർഗക്കാരായ കുക്കി കമ്മ്യൂണിറ്റി അവരുടെ റിസർവേഷൻ കോട്ട മെയ്തി കമ്മ്യൂണിറ്റിക്കും കൂടി അനുവദിച്ചുകൊണ്ടുള്ള ആ വിധി വന്ന ഉടൻ തന്നെ പ്രതിഷേധവുമായി അവർ തെരുവിലിറങ്ങി. ഈ വിധി ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് കോടതിയായി അത് പിൻവലിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇത് പിൻവലിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുക്കി കമ്മ്യൂണിറ്റി സംഘർഷം ആരംഭിച്ചു. ഇതേ സമയം തന്നെ മെയ്തി കമ്മ്യൂണിറ്റി കോടതി വിധി പുറപ്പെടുവിച്ച ഉടൻ തന്നെ ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും സർക്കാർ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരും തെരുവിലിറങ്ങി. ഈ 2 കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ അതിഘോരമായ ഒരു തെരുവ് യുദ്ധത്തിലേക്കോ ഒരു ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്ന രീതിയിലേക്കോ നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇംഫാൽ സിറ്റിയിൽ മെയ്തി കമ്മ്യൂണിറ്റി ഭൂരിപക്ഷ മേഖലയിൽ ഉണ്ടായിരുന്ന കുക്കികളെ മെയ്തികൾ ആക്രമിക്കാൻ തുടങ്ങി. പ്രാണരക്ഷാർത്ഥം ഇംഫാൽ സിറ്റിയിൽ നിന്ന് ആ ഒറ്റ ദിവസം തന്നെ ഉണ്ടായിരുന്ന കുക്കികളെല്ലാം ജീവൻ കൊണ്ട് ഇംഫാൽ സിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ട് ചുരാചാന്ദ്പൂർ, കൻപൊക്കി, ഉക്രോൾ തുടങ്ങിയ ജില്ലകളിൽ അഭയം തേടി. ഈ സമയം തന്നെ ചുരാചാന്ദ്പൂർ, കൻപൊക്കി ഏരിയയിൽ ഉണ്ടായിരുന്ന മെയ്തി കമ്മ്യൂണിറ്റിക്കാർ അവരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതിൻ്റെ ഫലമായി അവരും ആ ജില്ലകളിൽ നിന്ന്, കുക്കി ഡോമിനേറ്റഡ് ജില്ലകളിൽ നിന്നും എത്രയും പെട്ടെന്ന് അവർ ഇംഫാൽ സിറ്റിയിലേക്ക് രക്ഷപ്പെടുക ആണ് ഉണ്ടായത്. ഈ ഒരു സ്ഥിതിവിശേഷം വളരെ ഭയാനകമായിരുന്നു. ഈവൻ പോലീസിൽ പോലും ഉള്ള മെയ്തി കമ്മ്യൂണിറ്റിക്കാർ അവരുടെ കുക്കി ഏരിയയിൽ നിന്ന് ഓടി ഇംഫാൽ സിറ്റിയിലെത്തുകയും ഇംഫാൽ സിറ്റിയിലുണ്ടായിരുന്ന കുക്കി കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന പോലീസുകാർ മുഴുവൻ അവർക്ക് ഭൂരിപക്ഷ മേഖലയായ ചുരാചാന്ദ്പൂർ, കൻപൊക്കി ജില്ലയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മെയ്തി ഗ്രൂപ്പിൻ്റെ യുവജന സംഘടനയായ ആരാംബായ് തൊങ്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന മണിപ്പൂർ പോലീസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന വളരെയധികം ആയുധപ്പരകൾ കൊള്ളയടിക്കുകയും ഓട്ടോമാറ്റിക് തോക്കുകൾ ഉൾപ്പെടെ വളരെയധികം തോക്കുകളും വെടിക്കോപ്പുകളും ബോംബുകളും മോഷ്ടിക്കപ്പെടുകയുമുണ്ടായി. ഈ മോഷ്ടിക്കപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ യുവജന സംഘടന മെയ്തി ഗ്രൂപ്പിൻ്റെ പിൻബലത്തിൽ കുക്കി കമ്മ്യൂണിറ്റിയെ ആക്രമിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ കുക്കി കമ്മ്യൂണിറ്റിയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് മെയ്തി കമ്മ്യൂണിറ്റിയെ ആക്രമിക്കാൻ തുടങ്ങി. ഈ 2 കമ്മ്യൂണിറ്റിയും പരസ്പരം ആക്രമണം അഴിച്ചുവിട്ടതോടുകൂടി ഒരു രക്തച്ചൊരിച്ചിലിനാണ് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. ഈ കമ്മ്യൂണിറ്റികൾ മറ്റുള്ള കമ്മ്യൂണിറ്റികളുടെ വീട് കത്തിക്കുക, കടകൾ കൊള്ളയടിക്കുക, കത്തിക്കുക, ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അംഗത്തെ കണ്ടാൽ ഉടനെ ജീവഹാനി വരുത്തുക എന്നിങ്ങനെയുള്ള സ്ഥിതിവിശേഷം വളരെ ഭയാനകമായി ഇംഫാലിൽ മറ്റ് ജില്ലകളിലും വ്യാപിക്കുകയുണ്ടായി. ഒരിക്കൽ കുക്കി ഭൂരിപക്ഷ മേഖലയായ ചുരാചാന്ദ്പൂർ ജില്ലയിൽ നിന്ന് രോഗബാധിതയായൊരു യുവതിയെയുമായി ഇംഫാൽ സിറ്റിയിലേക്ക് വന്ന ഒരു ആംബുലൻസ് ഇംഫാൽ സിറ്റിയിൽ പ്രവേശന കവാടത്തിൻ്റെ വളരെ അടുത്തെത്തിയപ്പോൾ മെയ്തി വംശത്തിൽപ്പെട്ട യുവാക്കൾ ആ ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും അതിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെ ബന്ധുക്കൾ എല്ലാവരെയും ആംബുലൻസിനുള്ളിൽ തന്നെ ഇട്ട് ജീവനോടെ തീ കത്തിക്കുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൽ ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും മരണമടയുകയും ഈ ഒരു സംഭവം
മൊത്തം മണിപ്പൂരിൽ പ്രശ്നങ്ങൾ വീണ്ടും അതിൻ്റെ പാരമ്യത്തിലെത്താൻ വഴിതെളിക്കുകയുമുണ്ടായി. അതിനുശേഷം രണ്ട് മേഖലകളിലും നിരവധി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും പരസ്പരം വെടിവയ്പ് ഒരു നിത്യസംഭവമായി മാറുകയും ചെയ്തു. ഈ സ്ഥിതിവിശേഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്രസേനയുടെ 300 കമ്പനികളെ ആകാശമാർഗം മണിപ്പൂരിലേക്ക് എത്തിക്കുകയുണ്ടായി. മണിപ്പൂരിലെത്തിയതിന് ശേഷം എൻ്റെ മേൽനോട്ടത്തിൽ 10 ക്യാമ്പുണ്ടായിരുന്നു 4 ജില്ലകളിലായി. അതിൽ ഇംഫാൽ സിറ്റി ഉണ്ടായിരുന്നു. ഇംഫാൽ സിറ്റിയിൽ മെയ്ത്തി ഡോമിനേറ്റഡ് ഏരിയ ആയിരുന്നു. കൻപോക്കി ഏരിയയിൽ കുക്കി ഡോമിനേറ്റഡ് ഏരിയ ആയിരുന്നു. അവിടെയും ക്യാമ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ഒരു 4 ക്യാമ്പ് അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു. അതായത് കുക്കി ഏരിയയിലും മെയ്ത്തി ഏരിയയുടെയും കൂടെ അതിർത്തി പ്രദേശം. ആ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം രണ്ട് കമ്മ്യൂണിറ്റിയും പരസ്പരം അവരുടെ ആ സ്വാധീന മേഖല ഉറപ്പിക്കാൻ വേണ്ടി പരസ്പരം വെടിവെക്കാൻ തുടങ്ങിയായിരുന്നു. മെയ്ത്തി കമ്മ്യൂണിറ്റി താഴെ ഇംഫാൽ വാലിയിലും കുക്കി കമ്മ്യൂണിറ്റി മൗണ്ടൻ മലകളിലുമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ മലകളുടെ മുകളിലിരിക്കുന്ന കുക്കികൾക്ക് വളരെ അനായാസം മെയ്ത്തി കമ്മ്യൂണിറ്റി ഇവർ വയലിലൊക്കെ കൃഷി ചെയ്യാൻ പോകുമ്പോഴും വയലിലെ പണിക്കുമൊക്കെ പോകുമ്പോൾ അവരുടെ മുകളിൽ ആക്രമണം അഴിച്ചുവിടും. കുക്കി കമ്മ്യൂണിറ്റിയുടെ ഈ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് മെയ്ത്തി കമ്മ്യൂണിറ്റി തിരിച്ച് അവരുടെ മുകളിൽ ഓട്ടോമാറ്റിക് വെപ്പൺ ഉപയോഗിച്ച് വെടിവയ്ക്കുകയും ബോംബ് ഫയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം വെടിവയ്പ്പിൻ്റെ ഒരു ശൃംഖല തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. മിക്കവാറും 2 കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കായിരിക്കും നമ്മളുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ക്യാമ്പ് 2 കമ്മ്യൂണിറ്റിയുടെയും കൂടെ ഇടയ്ക്കായതുകൊണ്ട് നമ്മൾക്ക് 2 കമ്മ്യൂണിറ്റിയുടെയും നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇവർ തമ്മിൽ പ്രശ്നം കൂടുതൽ വഷളാകാതെ നോക്കുകയും ചെയ്യണം. നമ്മുടെ ജവാന്മാർക്ക് യാതൊരുവിധ അത്യാഹിതവും സംഭവിക്കാതെ നോക്കുകയും വേണം. ഇതായിരുന്നു നമ്മുടെ ഉത്തരവാദിത്വം. ഒരിക്കൽ ഇംഫാൽ വെസ്റ്റിൻ്റെ ഒരു കങ്പൊക്കി ആയിട്ടുള്ള അതിർത്തി ഏരിയയാണ്. ആ അതിർത്തി ഏരിയയിൽ നമ്മുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, കുർത്തുക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. നമ്മൾ ആ ക്യാമ്പിൽ വിസിറ്റിന് ചെന്ന് ക്യാമ്പിലുള്ള ജവാന്മാരോട് സംസാരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അവരുടെ ക്യാമ്പിൻ്റെ സുരക്ഷയെല്ലാം നോക്കി, ചുറ്റുപാടും ആയുധപ്പേരെല്ലാം സുരക്ഷിതമാണോ എന്ന് നോക്കി. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നപ്പോൾ നമ്മളുടെ ക്യാമ്പിൽ നിന്നൊരു 700-800 മീറ്റർ അപ്പുറേ നമുക്ക് വെടിയൊച്ച കേൾക്കാൻ സാധിച്ചു. ഞങ്ങളുടൻ തന്നെ വെടിയുടെ ശബ്ദം കേട്ടപ്പോഴേ ക്യാമ്പിലെ ജവാന്മാരെല്ലാം അലേർട്ടായി തോക്കും എടുത്തുകൊണ്ട് ഞങ്ങൾ കാവൽപ്പരയിലെല്ലാം നിലയുറപ്പിച്ച്. അതിനുശേഷം കാവൽ നിന്ന ചെറുക്കൻ പറഞ്ഞു, നമ്മളിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് വെടിശബ്ദം കേട്ടത്, വെടി പിന്നെയും തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന്. നമ്മൾ വളരെ നേരം ശ്രമിച്ചു. അവിടെ ആ ഗ്രാമത്തിലെ മുഖ്യനെ വിളിച്ച് പറഞ്ഞ്, ഇവിടുന്ന് വെടിവയ്പ് കേൾക്കുന്നുണ്ട്, എന്താണ് കാര്യം, നിങ്ങളുടെ ആരെങ്കിലും ഈ ഏരിയയിലേക്ക് പ്രവേശിച്ചോ? അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളുടെ 2 യുവാക്കൾ കുക്കി ഏരിയയായ, അതായത് അവിടെ ഒരു വലിയ മലയാണ്, ആ മലയിലേക്ക് ഇവരുടെ 2 യുവാക്കൾ പോയിട്ടുണ്ട് കുക്കി ഡോമിനേറ്റഡ് ഏരിയയിലേക്ക്. ആ യുവാക്കളെ പോയി തെരഞ്ഞു പിടിച്ച് ഞങ്ങൾക്ക് പിടിച്ചു തരണമെന്ന് അവിടുത്തെ ഗ്രാമമുഖ്യൻ പറഞ്ഞ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്ന ആ കുക്കി മേഖലയിലെ ആ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർ റെസ്പോൺസ് ചെയ്തില്ല. ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, ആരും എടുത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ഒരു 4 മണിക്കൂറോളം വെടിവെച്ചു. ഇതിനുശേഷം നമ്മൾ വേറൊരു സോഴ്സ് വഴിയായിട്ട് കുക്കികളോട് ആവശ്യപ്പെട്ട് നിങ്ങൾ വെടി നിർത്തണം, ഒത്തിരി നാശനഷ്ടങ്ങൾ 2 കൂട്ടർക്കും സംഭവിക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ നമുക്ക് വെടി നിർത്തണമെന്ന് പറഞ്ഞ് കുക്കി കമ്മ്യൂണിറ്റി അത് ആദ്യം ഫോൺ അവരെടുക്കുന്നില്ലായിരുന്നു. പിന്നീട് നമുക്ക് വളരെ നേരത്തെ ശ്രമഫലമായിട്ട് അവർ ഫോൺ അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞു, ശരി ഞങ്ങൾ നിർത്താം, പക്ഷേ ഒരു ഉറപ്പ് വേണം ഞങ്ങൾക്ക്, മെയ്ത്തി കമ്മ്യൂണിറ്റി ഇനി ഞങ്ങളുടെ മേൽ താഴെയിൽ നിന്ന് വെടിവെക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ മെയ്ത്തി കമ്മ്യൂണിറ്റിയെ സമീപിച്ച് അവരോട് പറഞ്ഞ്, നിങ്ങൾ ഇനി വെടിവയ്പ് നിർത്തണം, നമുക്ക് അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. 2 വശത്തുനിന്നും വെടിവെച്ചുകൊണ്ട് ആൾനാശവും പരസ്പര നാശനഷ്ടങ്ങളും അല്ലാതെ 2 കൂട്ടർക്കും യാതൊരു പ്രയോജനവും ഇല്ല. ആദ്യം അവരത് അംഗീകരിക്കാൻ തയ്യാറില്ലായിരുന്നു. പക്ഷേ
ദീർഘനേരത്തെ സംസാരത്തിനും പ്രയാസത്തിനും ശേഷം അവരത് അംഗീകരിച്ചു. അങ്ങനെ വെടി നിർത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് നിർത്തി കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഈ 2 കുട്ടികൾ, ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള മേത്തി കമ്മ്യൂണിറ്റിയുള്ള 2 കുട്ടികൾ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം മലയുടെ ഉള്ളിൽ കയറി കുക്കി മേഖലയിൽ പ്രവേശിച്ചു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഒരിക്കലും അത് പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇപ്പോൾ പരസ്പരം ബദ്ധവൈരികളെ പോലെ പെരുമാറുന്ന ഒരു സമയത്ത് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ഏരിയയിൽ കടന്നു കയറിയാൽ തീർച്ചയായിട്ടും അവർ ആക്രമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വെടിനിർത്തലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെയധികം ശ്രമിച്ചതിന് ശേഷമാണ് കുക്കി മേഖലയിലേക്ക് ഈ 2 കുട്ടികളുടെ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് പോകാൻ അവർ അനുവദിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും വേദനാജനകവുമാണ്, രണ്ടാമത് ഞെട്ടിക്കുന്നതുമായിരുന്നു. 2 മേത്തി യുവാക്കളിൽ ഒരാളെ അവർ കഴുത്ത് കണ്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാക്സിമം ഒരു 25-ൽ താഴെ പ്രായമുള്ള ഒരു യുവാവ്, ശരീരവും ശിരസും തമ്മിൽ വേർപെട്ട് കിടക്കുന്നു. രക്തം അവിടെയെല്ലാം ഒഴുകി വ്യാപിച്ച് കിടക്കുന്നു. അവിടെ നിന്നും ഒരു 25 മീറ്റർ അപ്പുറേ ഒരു മറ്റേ കൂടെ ഉണ്ടായിരുന്ന ആ മേത്തി യുവാവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചത് കുക്കി ഏരിയയിൽ പ്രവേശിച്ച ഈ 2 മേത്തി യുവാക്കൾ അവരുടെ ഉദ്ദേശം കുക്കി ഏരിയയിൽ കടന്നു കയറി അവരുടെ ആയുധപ്പെര കൊള്ളയടിക്കുക എന്നതായിരുന്നു. പക്ഷേ അതിൽ വാസ്തവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഈ 2 മൃതദേഹങ്ങളും നമ്മൾ കൊണ്ടുവന്ന് താഴെ എത്തിച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഡോക്ടേഴ്സിനെയും കൂടെ സഹായികളെയും വിളിച്ച് ആ സ്പോട്ടിൽ വെച്ചാണ് നമ്മൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചത്. അല്ലെങ്കിൽ ഇംഫാൽ സിറ്റിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിഭീകരമായ കലാപത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവിടെ അടുത്ത ആ ഗ്രാമത്തിൽ തന്നെ ഈ 2 യുവാക്കളെയും നമ്മൾ സംസ്കരിക്കുകയാണ് ഉണ്ടായത്, വലിയ പോലീസ് സാന്നിധ്യത്തിൽ. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നമ്മുടെ മറ്റൊരു ക്യാമ്പ് ഉണ്ടായിരുന്നത് സഞ്ചാങ് ചിറാങ് എന്ന് പറയുന്ന ഇംഫാൽ വെസ്റ്റിലുള്ള ഒരു ലൊക്കേഷനിലായിരുന്നു. ക്യാമ്പിൻ്റെ പിൻഭാഗം മലയാണ്. ആ മലയിൽ മുഴുവൻ കുക്കികളുടെ കേന്ദ്രമാണ്. മുൻഭാഗം ഒരു 3-4 ഗ്രാമങ്ങളുണ്ട്. അത് മുഴുവൻ മേത്തികളുടെ ഭൂരിപക്ഷ ഏരിയയാണ്. മിക്കവാറും ദിവസങ്ങളിൽ കുക്കികൾ മേത്തികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് നടത്താറുണ്ട്. ഈ വെടിവയ്പ്പിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യാമ്പ് നടുക്കായതുകൊണ്ട് നമ്മളുടെ ക്യാമ്പിൻ്റെ മുകളിൽ കൂടെയും ക്യാമ്പിൻ്റെ ഭിത്തിയിൽ കൂടെയാണ് മിക്കവാറും വെടിയുണ്ടകൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് കാരണം നമ്മുടെ ക്യാമ്പ് സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോലീസിനെ കൊണ്ടും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെയും ചെന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടി. ആ ക്യാമ്പിന് 4 ചുറ്റും മൺചാക്ക് നിറച്ച് ഒരു ഭിത്തി പോലെ ഉണ്ടാക്കി. ഒരു 10 അടി ഉയരം വരെ മൺചാക്ക് നിറച്ചുന്ന ക്യാമ്പിൻ്റെ 4 ചുറ്റും വെച്ച്. കാരണം അല്ലാതെ യാതൊരു വിധത്തിലും ആ ക്യാമ്പിൽ തുടരാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഒരു ദിവസം രാവിലെ ഒരു 6:30 ആയപ്പോഴേക്കും ക്യാമ്പിൻ്റെ ഇൻചാർജ്, ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള, നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോലെ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇന്ന് രാവിലെ തൊട്ട് ക്യാമ്പിൻ്റെ മുകളിലേക്ക് ആക്രമണം തുടർന്നിരിക്കുകയാണ്. സാധാരണ ഒരു 10-20 റൗണ്ട് വെടിവെച്ച് കഴിഞ്ഞ് 2 കൂട്ടരും പരസ്പരം പിന്മാറും. പിന്നെ വൈകിട്ട് പിന്നെ വെടിവെപ്പ് തുടങ്ങും. അതൊരു 15-20 മിനിറ്റ് വെടിവെക്കും. ഇടയ്ക്കിടയ്ക്ക് 8-10 റൗണ്ടൊക്കെ പ്രാവശ്യം വെടിവെച്ച് കഴിഞ്ഞ് സാധാരണ നിർത്താറാണ് പതിവുള്ളത്. ഇത് രാവിലെ തൊട്ട് വെടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെടിവെപ്പ് നടക്കുന്നുണ്ട്. നല്ല ശക്തമായ രീതിയിലാണ് വെടിവെപ്പ് നടക്കുന്നത്. ഞാൻ അവിടെ നിന്നൊരു 13 കിലോമീറ്റർ അപ്പുറയാണ് താമസിക്കുന്നത്. ഈ അറിവ് കിട്ടിയ ഉടനെ ഞാൻ നമ്മുടെ ക്യാമ്പിൽ പറഞ്ഞ് ഞാൻ പുറത്ത് പോവാണ്, വണ്ടി തയ്യാറാക്കാൻ പറഞ്ഞു. അന്ന് മറ്റു വണ്ടികൾക്ക് എന്ത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു പഴയ ഒരു ടാറ്റ സുമോയാണ് അന്ന് അവിടെ വണ്ടിയായിട്ട് നമുക്കവിടെ ഉണ്ടായിരുന്നത്.
മറ്റു വണ്ടികൾ മണിപ്പൂർ സർക്കാർ 4 വണ്ടികൾ തന്നിട്ടുണ്ടെങ്കിലും അന്ന് ആ വണ്ടികൾക്ക് എണ്ണയുടെ പ്രശ്നമോ കുറച്ച് റിപ്പയറിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് ഈ ഒരു വണ്ടി, പഴയ ഒരു വണ്ടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വണ്ടിക്ക് അത് മാത്രമേ ഡീസൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡീസൽ നമ്മളെപ്പോഴും തരുന്ന മണിപ്പൂർ ഗവൺമെൻറ്റായിരുന്നു ഡീസൽ തന്നുകൊണ്ടിരുന്നത്. അവർ ഹയർ ചെയ്ത് തരുന്ന നമുക്ക് വണ്ടി ആയിരുന്നതുകൊണ്ട് ഡീസൽ തരേണ്ട ഉത്തരവാദിത്വം അവർക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തയ്യാറായി, എൻ്റെ പ്രൊട്ടക്ഷൻകാരെയും കൂട്ടി ഞാൻ ആ ക്യാമ്പിലേക്ക് പോയി. ഒരു ക്യാമ്പിൽ നിന്നൊരു 500 മീറ്റർ ഇപ്പറേ വന്നപ്പോഴത്തേക്കിന് നല്ല ഒരു ശബ്ദം ഞാൻ കേട്ട്. ഒരു വെടി പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദമാണ് എൻ്റെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് കേട്ടത്. ആദ്യം ഞാൻ ഓർത്തു വണ്ടിയുടെ മുഴുവൻ മൺവഴിയാണ്, ഇടയ്ക്ക് മെറ്റൽ പൊളിഞ്ഞു കിടപ്പുണ്ട്. സ്പീഡിൽ പോയ വഴിക്ക് എങ്ങാനും ടയറിൽ കയറി മെറ്റൽ വണ്ടിയുടെ ബേസിലടിച്ച് ശബ്ദം കേട്ടതാണെന്ന് ആണ് ഞാൻ കരുതിയത്. അത് അന്നേരം വണ്ടി നിർത്താൻ സാധിക്കുകയില്ലായിരുന്നു. വേഗം ഞങ്ങൾ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞ് അപ്പോഴും വെടിവയ്പ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ചെന്ന വണ്ടിയുടെ അടിയിലൊന്നും നമുക്കൊന്ന് കാണാൻ സാധിച്ചില്ല. ഫ്രണ്ടിലും വെടിയുണ്ട പാടൊന്നും കണ്ടില്ലായിരുന്നു. മുകളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. ഞാനിരിക്കുന്നതിൻ്റെ കൃത്യം മുകളിൽ വന്നൊരു വെടിയുണ്ട കൊണ്ട്, ആ വെടിയുണ്ട കൊണ്ട ശബ്ദമായിരുന്നു ഠേ എന്നുള്ളൊരു ശബ്ദം ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് എന്തോന്നറിയില്ല, ആ വെടിയുണ്ട സ്ലിപ്പായി റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തികച്ചും അതൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഒരു വെടിയുണ്ടയുടെ ശക്തി എന്ന് പറഞ്ഞാൽ 63 ഇഞ്ച് വരെ അത് മണ്ണിൽ തുളച്ച് കയറാൻ ശേഷിയുള്ളതാണ് ഒരു വെടിയുണ്ടയുടെ ശക്തി. ഒരു സെക്കൻഡിൽ 2400 അടിയാണ് അതിൻ്റെ സ്പീഡ്. അത്രയും സ്പീഡിൽ വരുന്ന ഒരു വെടിയുണ്ട തീർച്ചയായിട്ടും ഒരു വണ്ടിയുടെ ബോർഡ്, അതായത് വണ്ടിയുടെ ടോപ്പ് പൊട്ടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഇഷ്ടിക വരെയും പൊട്ടിച്ച് ക്യാമ്പിൻ്റെ ഉള്ളിൽ വെടിയുണ്ട വീണുകൊണ്ടിരുന്നതാണ്. അങ്ങനെ വളരെ ഭാഗ്യപരമായിട്ട് അന്നത്തെ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ ആ ക്യാമ്പിൽ വൈകുന്നേരം 9:30 വരെയും രാത്രിയിൽ ഞാൻ ആ ക്യാമ്പിൽ തുടർന്നു. ഈ സമയം മുഴുവൻ ക്യാമ്പിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടാണ് ഇരുന്നത്. താഴ്വരയിൽ നിന്ന് മെയ്ത്തികളും മുകളിലേക്കും, മുകളിൽ നിന്ന് കുക്കികൾ താഴെ മെയ്ത്തികളുടെ മുകളിലേക്കും. നമ്മളുടെ ക്യാമ്പ് നടുക്കായതിനാൽ നമ്മുടെ ക്യാമ്പിൻ്റെ ഭിത്തികൾ പല പ്രാവശ്യം വെടികൊണ്ട് തുളയുകയുണ്ടായി. നമ്മുടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ ഹാങ്കറിൽ യൂണിഫോം ഊരിയിട്ടിരുന്ന പല യൂണിഫോമും വെടികൊണ്ട് തുളഞ്ഞു പോയി. മൺചാക്ക് കൊണ്ട് ഭിത്തി ഉണ്ടാക്കിയിരുന്നു. ആ ഭിത്തിയോട് ചേർന്നുള്ള മണ്ണിൽ കിടന്നുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടിയത്. പകൽ മുഴുവൻ നീണ്ട ആ ദീർഘനേര വെടിവെപ്പ് രാത്രി ഒരു 9 മണിയോടുകൂടിയാണ് സമാപിച്ചത്. ഈ വെടിവെപ്പെല്ലാം തീർന്ന് നമ്മൾ ക്യാമ്പ് പരിശോധിച്ചപ്പോൾ എത്ര കുറഞ്ഞാലും ഒരു 40-നും 50-നും ഇടയ്ക്ക് വെടിയുണ്ട് അന്നത്തെ ദിവസം നമ്മുടെ ആ ക്യാമ്പിൻ്റെ ഭിത്തിയിലും താമസിച്ചുകൊണ്ടിരുന്ന ജവാൻ്റെ യൂണിഫോമിലും എല്ലാം കൊണ്ടു കയറിയിട്ടുണ്ടായിരുന്നു. ആർക്കും അത്യാഹിതമൊന്നും സംഭവിക്കാതെ അന്നത്തെ ദിവസവും കടന്നുപോയി. പിന്നീട് ഒരിക്കൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് മണിപ്പൂർ പോലീസിൻ്റെ ഒരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൻ്റെ ആയുധപ്പുര ഒരിക്കൽ കൊള്ളയടിക്കപ്പെട്ടതാണ്. ആ ക്യാമ്പിൽ ഇവരുടെ മെയ്ത്തി കമ്മ്യൂണിറ്റിയുടെ യൂത്ത് ലീഗ് വന്ന് ആ ക്യാമ്പ് കൊള്ളയടിക്കുകയും അതിൻ്റെ ആയുധപ്പുരയിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തതാണ്. പിന്നീടാണ് കേന്ദ്രസേന വന്നു കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഈ ക്യാമ്പ് കൊടുക്കുകയും ഞങ്ങൾ ആ ആയുധപ്പുര സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ക്യാമ്പിൻ്റെ പരിസരത്ത് ആൾക്കൂട്ടം കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു പതിവില്ലാത്തതാണ്. പിന്നെ എന്താണെന്നൊരു സംശയം തോന്നി. നമ്മൾ 1-2 അവിടുത്തെ ക്യാമ്പിലുള്ള ലോക്കൽ മണിപ്പൂരികളോട് ചോദിച്ചു. എന്നാലും പറഞ്ഞു എന്താണെന്നറിയില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം കൂടുന്നുണ്ട് എന്ന് അവരും പറഞ്ഞു. ഈ സംഭവം കണ്ട ഉടൻ തന്നെ നമ്മൾ ക്യാമ്പിൻ്റെ സുരക്ഷ 4 വശവും വർദ്ധിപ്പിച്ച്, പ്രത്യേകിച്ചും നമ്മുടെ ആയുധങ്ങൾ, അതായത് നമ്മുടെ ആയുധങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പെരയുണ്ടായിരുന്നു. അതുകൂടാതെ മണിപ്പൂർ പോലീസിൻ്റെ പിന്നീട് വന്ന ആയുധങ്ങൾ വെക്കുന്ന ഒരു പെരയുണ്ടായിരുന്നു, ആയുധപ്പെര. അതിൻ്റെയും സുരക്ഷയെല്ലാം കൂട്ടി ക്രമേണ ഈ ക്യാമ്പിൻ്റെ മുന്നിലുള്ള ആ സംഖ്യ വളരെയധികം വ്യാപിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം ഭയം തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഇവർ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ഏകദേശം ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. കുറച്ചുകൂടെ രാത്രിയായപ്പോഴത്തേക്കിനും സംഖ്യ അവരുടെ ഒരു 1000-നോടടുത്ത് കവിഞ്ഞു.
നമ്മളവിടെ ചെന്ന് അവിടുത്തെ ഭാഷ അറിയാവുന്ന, ലോക്കൽ ഭാഷ അറിയാവുന്ന മണിപ്പൂരികളെ കൊണ്ട് ഈ അവിടെ കൂടി നിന്ന ആൾക്കാരോട് പറഞ്ഞ് ഇത് ക്യാമ്പ് ഏരിയയാണ്, നിങ്ങളിവിടെ ഒരു കാരണവശാലും ആൾക്കൂട്ടം കൂടരുത്, ഇവിടെ നിന്ന് ദയവായി പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ അവരോട് അറിയിച്ചു. പക്ഷേ അവർ യാതൊരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന യാതൊരു ലക്ഷ്യവും കാണുന്നില്ലായിരുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന സിവിലിയന്മാരുടെ പിന്നിലായി ഒരു 10-40 പേരോളം മീത്തി യുവജന സംഘടനയായ ആരാംബായ് തങ്കളിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട AK-47 ഉൾപ്പെടെയുള്ള ഓട്ടോമാറ്റിക് തോക്കുകളുമായി ഒരു 40ഓളം പേരുടെ ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഐഡിയ ഉറപ്പാണെന്ന് മനസ്സിലായി. ഇവരുടെ ലക്ഷ്യം ആയുധപ്പുര കൊള്ളയടിക്കുന്നത് തന്നെയാണ്. ഉടൻ തന്നെ നമ്മൾ പ്രവേശന കവാടം, വലിയൊരു ഗേറ്റാണ്, ഇരുമ്പ് ഗേറ്റാണ്, താഴിട്ട് പൂട്ടി താക്കോല് കയ്യിൽ വെച്ചു. ക്യാമ്പിൻ്റെ 4 ചുറ്റിനും നമ്മൾ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു. എല്ലാവരും തോക്കുമായിട്ട് റെഡിയായി നിന്നു. എന്നാലും നമ്മൾ ഒരിക്കലും വെടിവെക്കാൻ ആഗ്രഹിക്കുന്നുമില്ലായിരുന്നു. ഇവർ വന്ന് ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഗേറ്റ് ഒരിക്കലും തുറക്കാൻ പറ്റുകയില്ല, ഇത് സുരക്ഷാ സേനയുടെ ക്യാമ്പാണ്, ഇതിനുള്ളിൽ ആയുധപ്പുരയൊക്കെ ഉള്ളതാണ്, ഞങ്ങൾ ഒരു കാരണവശാലും ഗേറ്റ് തുറക്കുകയില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ തടിയും ഇരുമ്പ് കമ്പിയും എല്ലാം കൊണ്ടുവന്ന് ഗേറ്റ് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഗേറ്റ് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ നമ്മൾ ആദ്യം ടിയർ സ്മോക്ക് എറിഞ്ഞ് പക്ഷേ ആ ടിയർ സ്മോക്ക് അവർ തിരിച്ച് എടുത്ത് ഇങ്ങോട്ട് എറിയോ അല്ലെങ്കിൽ അവർ തട്ടി മാറ്റി പിന്നീടും വാതിൽ തള്ളിപ്പൊളിക്കാനുള്ള ശ്രമം ആരംഭിച്ചുകൊണ്ടായിരുന്നു. പിന്നീട് പല പ്രാവശ്യം നമ്മൾ വാണിംഗ് കൊടുത്ത് നിങ്ങൾ ഇവിടെ നിന്ന് സമാധാനമായിട്ട് പിരിഞ്ഞു പോകണം, ക്യാമ്പിനുള്ളിൽ പ്രവേശിക്കാനുള്ള ശ്രമം നടത്തരുത്, അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, ഞങ്ങൾക്ക് അവസാന നടപടി എന്ന രീതിയിൽ വെടിവെക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഈ വാണിങ്ങുകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ റിക്വസ്റ്റോ ഒന്നും അവർ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവർ നമ്മളുടെ ഗേറ്റിനിട്ട് വെടിവയ്ക്കാൻ തുടങ്ങി. വെടിവെച്ചപ്പോൾ നമ്മൾ കാവൽപ്പരയിലേക്ക് കയറി സുരക്ഷിതമായിട്ട് നിന്ന് നമ്മൾ ആദ്യം അവരുടെ നേരെ വെടിവെച്ചില്ല, ആകാശത്തേക്ക് പല ചുറ്റും വെടിവെച്ചു. കാരണം ഈ വെടി ശബ്ദം കേട്ടെങ്കിലും അവർ ഒഴിഞ്ഞു പോകട്ടെ, അവിടുന്ന് പിരിഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവർ യാതൊരു കാരണവശാലും അവർ ഒഴിഞ്ഞു പോകാനുള്ള യാതൊരു ലക്ഷ്യവും കാണുന്നില്ലായിരുന്നു. പിന്നീട് അവർ ഗേറ്റ് കമ്പിയും തടിയും ഇരുമ്പ് കമ്പിയും എല്ലാം ഉപയോഗിച്ച് മെയിൻ ഗേറ്റ് പ്രവേശന കവാടം തല്ലിപ്പൊളിച്ച് ഗേറ്റ് താഴെ വീണ് കഴിഞ്ഞ് ഞങ്ങൾ അവരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ തടയാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇങ്ങനെ ചെയിൻ പോലെ പിടിച്ച് എല്ലാവരും അകത്ത് പ്രവേശിക്കാതെ നോക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. അതിലും നമ്മൾ വിഫലമായി. അവർ തോക്കുമായി വെടിവെച്ചുകൊണ്ട് അവർ ആയുധപ്പരയുടെ അങ്ങോട്ട് ഓടി. വെടിവെക്കുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് എന്നാൽ ഞങ്ങൾ വെടിവെക്കാൻ പോവുകയാണ്, നിങ്ങൾ ആയുധപ്പരയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കരുതെന്ന്. പക്ഷേ അവരതൊന്നും ചെവിക്കൊണ്ടില്ല. അവർ മുന്നോട്ട് ആയുധപ്പരയ്ക്ക് ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കുകയായിരുന്നു. പിന്നീട് കാവൽ നിന്ന് നമ്മുടെ ആ ജവാന് യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വെടിവെക്കേണ്ടി വന്നു. ആ വെടിവയ്പ്പിൽ 24 വയസ്സുള്ള ഒരു യുവാവ് കൊല്ലപ്പെടുകയുണ്ടായി. 4 പേർക്ക് അരയ്ക്ക് താഴെ വെടിയുണ്ട്. കൂടുതലും കാലിനാണ്. കാരണം നമ്മൾ ഒരിക്കലും ആരും മരിക്കരുത് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വെടിയുതിർത്തത്. 3-4 പേർക്ക് അരയ്ക്ക് താഴെ വെടികൊണ്ടു. ആരും ഗുരുതരമല്ലായിരുന്നു. വെടിവയ്പ്പ് നടന്ന ഉടൻ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടുവരുന്ന ആ ജനസമൂഹം, അതിനകത്ത് തോക്കുമായിട്ടുള്ളവരും ഉണ്ടായിരുന്നു, വെറും കൈയോടെ വന്നവരും ഉണ്ടായിരുന്നു. ക്യാമ്പിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവർ തിരിഞ്ഞോടി. ഏതാനും മിനിറ്റുകൾക്കകം അവരെല്ലാവരും ക്യാമ്പിൻ്റെ പ്രവേശന കവാടത്തിന് പുറത്തായിരുന്നു. ഉടൻ തന്നെ നമ്മൾ ആ പരിക്കേറ്റ സിവിലിയൻസിനെ, യുവാക്കളെ നമ്മുടെ തന്നെ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സീനിയർ ഓഫീസേഴ്സ് എല്ലാവർക്കും ഇതേക്കുറിച്ചുള്ള സൂചന കൊടുക്കുകയും അവരെല്ലാവരും ഉടൻ തന്നെ ക്യാമ്പിലെത്തുകയും ചെയ്തു. മരിച്ച പ്രാദേശിക നിവാസിയായ യുവാവിനെ പിന്നീട് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനും നിയമപരമായ നടപടികൾക്കുമായിട്ട് ഇംഫാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നീട് പോലീസുകാർ വന്ന് FIR എല്ലാം ലോഡ്ജ് ചെയ്ത് അടുത്ത പ്രാഥമിക നടപടികളെല്ലാം സ്വീകരിച്ചു. മീറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ നക്സലൈറ്റുകളുടെയോ ചലനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെയോ യാതൊരുവിധ വരവോ പോക്കോ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ മുൻകരുതൽ എടുത്തുകൊണ്ട്
ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു ചെറിയ മൺപാതയുണ്ട്, നടപ്പുവഴി. ആ നടപ്പുവഴി ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഈ സിക്കിംകാരൻ ജവാനാണ് നമ്മുടെ ഏറ്റവും മുന്നിലുള്ളത്.